السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സിഫത്തു സലാത്തിൻ നബി എന്ന പുസ്തകത്തിന്റെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിൽ ഓതുന്ന സൂറത്തുകൾ അത് ഏകദേശം സമാനമായ ആശയങ്ങളുള്ള അല്ലെങ്കിൽ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുകൾ തെരഞ്ഞെടുക്കുകയും അങ്ങനെ ഓതുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ്. ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്തിലെ വിഷയങ്ങൾ എന്താണോ അതേ വിഷയങ്ങളും ആശയങ്ങളും ഉള്ള അതിനോട് തുല്യമായ വേറൊരു സൂറത്ത് രണ്ടാമത്തെ റക്അത്തിൽ ഓതുക എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ഹദീസുകളിൽ കാര്യം കാണാം. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുർ റഹ്മാൻ, സൂറത്തുൻ നജ്മ് ഇത് രണ്ടും പാരായണം ചെയ്യും. ഒന്നാമത്തിൽ സൂറത്തുർ റഹ്മാൻ, രണ്ടാമത്തിൽ സൂറത്തുൻ നജ്മ്. അല്ലെങ്കിൽ ഒരു റക്അത്ത് തന്നെ ഇത് രണ്ടും പാരായണം ചെയ്യും. മറ്റു ചിലപ്പോൾ സൂറത്തു ഇഖ്തറബത്, അതായത് സൂറത്തുൽ ഖമർ, പിന്നെ സൂറത്തുൽ ഹാഖ, പിന്നെ സൂറത്തു തൂർ, സൂറത്തു ദാരിയാത്ത്, ഇദാ വഖഅത്തിൽ വാഖിയ, സൂറത്തുൽ വാഖിയ, സൂറത്തുൻ നൂൻ, പിന്നെ സഅല സായിലും ബിഅദാബിൻ വാഖിയ എന്ന സൂറത്ത്, സൂറത്തുൻ നാസിയാത്ത്, വൈലുൽ മുത്തഫിഫീൻ, അതിനോടൊപ്പം അബസ വത്തവല്ല, സൂറത്തുൽ മുദ്ദസ്സിർ, അതിന്റെ കൂടെ സൂറത്തുൽ മുസമ്മിൽ, പിന്നെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഖിയാമ, പിന്നെ അമ്മ യതസാഅലൂൻ, സൂറത്തുൽ നബ, സൂറത്തുൽ മുർസലാത്ത്, സൂറത്തുൽ ദുഖാൻ, അതിനോടൊപ്പം ഇദശംസു കുവ്വിറത്. അപ്പൊ ഇങ്ങനെ ഒരു റക്അത്തിൽ തന്നെ ഈ രണ്ട് സൂറത്തുകൾ നബി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ രണ്ട് റക്അത്തുകളിൽ അത് ചിലപ്പോ അങ്ങനെ ഒരുമിച്ചുകൊണ്ടും അല്ലെങ്കിൽ വ്യത്യസ്തമായിക്കൊണ്ടും പാരായണം ചെയ്യും. ഇതിനുള്ള വിഷയങ്ങൾ എന്താ? ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ പരിശോധിച്ചാൽ അതിലൊക്കെ പറയുന്നത് സമാനമായ വിഷയങ്ങളാണ്. ഒന്ന് പരലോകം, അതുപോലെ തന്നെ സ്വർഗനരകങ്ങൾ, പിന്നെ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളും അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ മറുചോദ്യങ്ങളും, ഇങ്ങനെയൊക്കെയുള്ള പരലോകവുമായി ബന്ധപ്പെട്ട സ്വർഗനരകങ്ങളുമായി ബന്ധപ്പെട്ട ഖിയാമത്ത് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ അധികമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ അടുത്തു വരുന്ന അല്ലെങ്കിൽ സമാനമായി വരുന്ന സൂറത്തുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റക്അത്തിൽ തന്നെ പലപ്പോഴും അങ്ങനെ ഓതിയിരുന്നു എന്നതാണ്. അപ്പൊ ഇത് വേറൊരു രീതിയാണ്. നേരത്തെ പറഞ്ഞതിൽ വ്യത്യസ്തമായി നാലാമത്തെ രീതി. വകാന അഹ്യാനൻ യജ്മഉ ബൈന സുവരി മിനസ് സബ്ഇ ത്വിവാൽ കഅൽ ബഖറ വന്നിസാ വആല ഇംറാൻ ഫി റക്അത്തിൻ വാഹിദ ഫി സലാത്തിൽ ലൈലി കമാ സയതി. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീളമുള്ള സൂറത്തുകൾ ഒരു റക്അത്തിൽ തന്നെ രണ്ടും മൂന്നും സൂറത്തുകൾ പാരായണം ചെയ്യും. ഇത് ഫർദ് നമസ്കാരത്തിലല്ല. രാത്രി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറുണ്ടായിരുന്ന ഘട്ടത്തിൽ അങ്ങനെ നമസ്കരിച്ചിട്ടുണ്ട്. ഇവിടെ അസ്സബഉ ത്വിവാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ 7 സൂറത്തുകൾ, അതായത് ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ബാക്കി 7 സൂറത്തുകൾ. അതിന് അടുത്തൊരു വിഷയം പറയുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട്. ഫാത്തിഹ കഴിഞ്ഞ പിന്നെ അൽ ബഖറ, ആലു ഇമ്രാൻ, നിസാ, മായിദ, അൻആം, അറാഫ്, തൗബ, ഈ 7 സൂറത്തുകൾ ഇതാണ് ഏറ്റവും നീളമുള്ള കൂടുതൽ നീണ്ട ആയത്തുകളുള്ള സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. അസ്സബഉ ത്വിവാൽ, നീണ്ട 7 സൂറത്തുകൾ. ഇതില് അൽ ബഖറ, ആലു ഇമ്രാൻ, നിസാ, ഈ 3 സൂറത്തുകൾ ഒറ്റ റക്അത്തിൽ നബി ഓതി. ഇത് നബിയുടെ രാത്രി നമസ്കാരത്തിൽ. അഫ്ളലു സ്വലാത്തി തൂലുൽ ഖിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും നീളമുള്ള അല്ലെങ്കിൽ ദീർഘനേരം നിന്ന് നമസ്കരിക്കുന്ന നമസ്കാരമാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. ഇത് ഫർദ് നമസ്കാരത്തിലല്ല, മറിച്ച് രാത്രി നമസ്കാരത്തിലാണ് ഇങ്ങനെ നബി ഓതിയത്. ഫർദ് നമസ്കാരങ്ങളിൽ ഓതുന്ന സൂറത്തുകൾ താഴെയുള്ള ചെറിയ സൂറത്തുകളായിരുന്നു എന്നുള്ളത് ശേഷം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ആലോചിക്കുക. നബിന്റെ രാത്രി നമസ്കാരം അൽ ബഖറയും നമ്മള് ഈ പറഞ്ഞ 3 സൂറത്തിനെങ്കിൽ റമദാൻ മുഴുവൻ ഓതി, എന്നാൽ ബാക്കി ഉണ്ടാവും. നബി ഒറ്റ റക്അത്തിൽ ഈ 3 സൂറത്ത് ഓതി എന്ന് പറയുന്നത്.
മാത്രമല്ല അഫ്ളലു സ്വലാത്തി തൂലുൽ ഖിയാം, നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈർഘ്യമുള്ള ദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന നമസ്കാരമാണ്. നമ്മളെന്താ ചെയ്യുന്നത്? രാത്രി നിസ്കാരം, തറാവീഹ് നിസ്കാരം ആളുകൾക്ക് ഇപ്പൊ ക്ഷീണാണ്, തളർച്ചയാണ്, ബുദ്ധിമുട്ടാണ്. റക്അത്തിന്റെ എണ്ണം കൂട്ടി ഓത്ത് കുറച്ചു, അതന്നെ അലന്തരണതായിട്ട ഊതുക. അങ്ങനെ നബി ഓതിയേറ്റ ഒരു രേഖ അതില്ല. അപ്പൊ എത്ര നിസ്കരിക്കുന്നുവോ അത് നീട്ടി നിസ്കരിക്കുക, അതാണ് അഫ്ളൽ എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അത് വേറെ വിഷയം. ഖുർആൻ പാരായണത്തിനിടക്ക് ചില ആയത്തുകൾ ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ചില വാക്കുകൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും മറ്റും പറയാറുണ്ടായിരുന്നു എന്നതാണ്. അതായത് അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത എന്ന സൂറത്തുൽ ഖിയാമയിലെ ആയത്ത് ഓതുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പുമതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓതിയിട്ട് അലൈസ ദാലിക ബിഖാദിരിൻ, അള്ളാഹു കഴിവുറ്റവനല്ലയോ, അലാ അൻ യുഹ്യിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനല്ലേ എന്ന് പറഞ്ഞാൽ ബീജഗണത്തിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ മനുഷ്യനോട് ചിന്തിക്കാൻ വേണ്ടി പറയുകയും അത് വിശദീകരിക്കുകയും ചെയ്തതിനു ശേഷം അള്ളാഹു ചോദിക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്ത അള്ളാഹ്ക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിവില്ലേ എന്ന ചോദ്യം ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനക ഫബല, നീ എത്ര പരിശുദ്ധൻ, അല്ലെങ്കിൽ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു കഴിവുറ്റവനല്ലേ മരിച്ചവർ ജീവിപ്പിക്കാൻ, ബല, അതെ കഴിവുള്ളവനാണ് എന്ന് നബി ഈ ആയത്തോതിന് ശേഷം പറയാറുണ്ടായിരുന്നു. അതേപോലെ ഇതാ ഖറാ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറയുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല, എന്റെ റബ്ബ് പരിശുദ്ധനാണ്, അവൻ അത്യുന്നതനാകുന്നു, അല്ലെങ്കിൽ അത്യുന്നതനായ എന്റെ റബ്ബ് പരിശുദ്ധനാകുന്നു എന്ന ഒരു വാക്ക് നബി പറയാറുണ്ടായിരുന്നു എന്ന് കാണാം. ഇതിൽ ആദ്യം പറഞ്ഞ സൂറത്തുൽ ഖിയാമയിലെ അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിയൽ മൗത എന്ന് പറയുമ്പോൾ സുബ്ഹാനക ഫബല എന്ന് പറയുന്ന ഹദീസിനെ കുറിച്ച് ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഇവിടെ ഷെയ്ഖ് അൽബാനി ഇത് സ്വീകാര്യയോഗ്യമാണ് എന്നുള്ള നിലക്കാണ് ഇതിലും അദ്ദേഹത്തിന്റെ മറ്റു പല പുസ്തകങ്ങളിലും കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ഹദീസ് സഹീഹല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. കാരണം ഇത് സഹാബി പറയുന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതിയെന്ന്. താബി ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു സഹാബിയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഉദ്ധരിക്കുന്നത്. ആരാണ് ആ സഹാബി, ഏത് സഹാബിയിൽ നിന്നാണ് കേട്ടത് എന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവ്യക്തത അതിലുള്ളത് കൊണ്ട് ഈ ഹദീസ് സ്വീകാര്യോഗ്യമല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ ഹദീസ് പണ്ഡിതന്മാരുടെ നിയമമനുസരിച്ച് സഹാബിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും സഹാബിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് സ്വീകരിക്കാം എന്ന വീക്ഷണപ്രകാരമാണ് ഷെയ്ഖ് അൽബാനി ഇത് സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ളതും. എന്നാൽ ഇതല്ലാതെ വേറെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ പറയുക എന്നുള്ളത് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ സ്വഹീഹ രണ്ടെണ്ണേ കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്വഹീഹാണ് എന്ന് ഷെയ്ഖ് അൽബാനി വിലയിരുത്തിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. എന്നാൽ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോ വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്ത് ഓതിയാൽ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, അവിടെ ഒരു ചോദ്യമുണ്ട് ഖിയാമന്റെ അവസാനത്തിലുള്ളത് പോലെ തന്നെ, അലൈസല്ലാഹ് അള്ളാഹു അല്ലയോ ബി അഹ്കമിൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്ന ചോദ്യം. അപ്പൊ നേരത്തെ അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു പരിശുദ്ധനാകുന്നു, ഫബല, അതെ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെയും എന്താണ്, അള്ളാഹു വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലേ എന്ന് ചോദിക്കുമ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫൽയഖുൽ ബല, ബല എന്ന ഓത്ത് കഴിയുമ്പോൾ പറയട്ടെ എന്ന് പറഞ്ഞാൽ അതെ അള്ളാഹു വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവാകുന്നു എന്ന് പറയണം. ഇങ്ങനെ ചില ഹദീസുകളുണ്ട്. പക്ഷേ ആ ഹദീസ് ലഈഫാണ് എന്ന് ഷെയ്ഖ് അൽബാനി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബല എന്ന് മാത്രമല്ല, ഫൽയഖുൽ ബല വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ, അതിന് സാക്ഷികളായവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ, എന്നാൽ അതിന് ഞാൻ സാക്ഷി പറയുന്നു എന്നുകൂടി ചേർത്തുകൊണ്ട് പറയണമെന്നുള്ളത്. പിന്നെ സൂറത്തുൽ മുർസലാത്ത് ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, പിന്നെ ഇതിനു ശേഷം മറ്റേതൊരു ഹദീസിലാണ്, ഏതൊരു വൃത്താന്തത്തിലാണ്, ഏതൊരു വാർത്തയിലാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഖുർആൻ വിശ്വസിക്കാത്ത ആളുകൾ പിന്നെ എന്തിലാണ് വിശ്വസിക്കുന്നത് എന്ന ചോദ്യം. അത് പറയുമ്പോൾ ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം. ഇത് അബൂദാവൂദും മറ്റ് പല ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ പറയുന്നതും ലഈഫാണ് എന്ന് ഷെയ്ഖ് അൽബാനി തന്നെ രേഖപ്പെടുത്തിയതായി കാണാം. ഇപ്പൊ ചില പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ച് കാണാം ഈ പറയുന്ന
അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്ന് പറഞ്ഞിടത്തും മുർസലാത്തിലും ഇതൊക്കെ അങ്ങനെ പറയണം എന്ന്. അപ്പൊ ഹദീസുണ്ട്, ഹദീസ് ദഈഫാണ്.